അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അഹ്മദുഹു ഹംദൻ ബിലാ അഹദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. 2 ആഴ്ചകൾ നമ്മുടെ പഠന ക്ലാസ്സുകൾക്ക് ഒരു ചെറിയ അവധി നൽകി ആ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ പഠന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും മരണം വരെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറത്തുൽ മുത്തഫിഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 36 ആയത്തുകളുള്ള ഈ അധ്യായത്തിലെ 6 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഈ അധ്യായം മക്കിയായ സൂറത്താണ് എന്നും അല്ല മദീനയിലാണ് അവതരിച്ചത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഈ അധ്യായം എന്തുകൊണ്ടാണ് അവതീർണമായത്, ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയം എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് വലിയ പാപമാണ്. കച്ചവടക്കാരായ ആളുകൾ ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ട, ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു അധ്യായം കൂടെയാണ് സൂറത്തുൽ മുത്തഫിഫീൻ. മദീനയിലെ ആളുകൾ നടത്തിയിരുന്ന, അതേപോലെ തന്നെ മക്കയിലെ ആളുകൾക്കുണ്ടായിരുന്ന അളവിലും തൂക്കത്തിലുമൊക്കെ അവർ കാണിച്ചിരുന്ന കൃത്രിമത്വം അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തഉഫൂൻ. അളവിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് മഹാനാശം. വൈലി എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു താഴ്വരയാണ്, നരകത്തിലെ ഒരു കിണറാണ്, ശിക്ഷയുടെ അതികഠിനമായ ശിക്ഷയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് കഠോരമായ ഭീകരമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലദീന ഇദക്താലു അലന്നാസി യസ്തഉഫൂൻ. ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ, കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ അവരാരാണ്? അവർ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തഉഫൂൻ. അത് ജനങ്ങളോടവർ അളന്നു വാങ്ങുമ്പോൾ അത് പൂർത്തിയായി എടുക്കും. എന്നാൽ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോഴോ വഇദാ കാലൂഹും വവ്വസനൂഹും യുഖ്സിറൂൻ, അവർക്കങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും. മറ്റൊരാളിൽ നിന്ന് വല്ലതും വാങ്ങുമ്പോൾ അത് പൂർണ്ണമായി പൂർത്തീകരിച്ചു വാങ്ങും. കൊടുക്കുമ്പോഴോ
അതിൽ കുറവ് വരുത്തും. വസ്തു വാങ്ങുന്നയാൾക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ കുറവ് വരുത്തിയാണ് കച്ചവടം നടത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് വൈൽ, കഠിനമായ ശിക്ഷയുള്ളത്, അല്ലെങ്കിൽ നരകത്തിലെ താഴ്വരയുള്ളത്, അതല്ലെങ്കിൽ നരകത്തിലെ കിണറിലേക്ക് അവരെ എടുത്തെറിയപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ. അലാ യദുന്നു, അവർ വിചാരിക്കുന്നില്ലേ, അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർ വിചാരിക്കുന്നില്ലേ, എന്ത് വിചാരിക്കുന്നില്ലേ? ഉലൈക അന്നഹും മബ്ഊസുൻ, മരണത്തിന് ശേഷം എഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. ഈ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിച്ച്, വഞ്ചന കാണിച്ച്, ചതി കാണിച്ച് അവർ അതോടുകൂടെ അവരുടെ ജീവിതം അവസാനിക്കുകയല്ല. അവരാലോചിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ മരണത്തിന് ശേഷം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. ലിയൗമിൻ അലീം, വമ്പിച്ച ഒരു ദിവസത്തിലേക്ക്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, അതെ, ലോകരക്ഷിതാവിങ്കിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ഒരു ദിവസം. ആ ദിവസത്തെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർ മറന്നുപോയിട്ടുണ്ടോ? അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം. ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠമെന്താണ്? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കേണ്ടി വരും. കൃത്രിമം കാണിച്ചാൽ, വഞ്ചന കാണിച്ചാൽ, ചതി കാണിച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആ ഭീകരമായ ലിയൗമിൻ അലീം, വമ്പിച്ച ദിവസം, അതേതാണ്? ഖിയാമത്ത് നാളാണ്. അള്ളാഹുവിൻ്റെ വിചാരണ നടക്കുന്ന സമയമാണ് അല്ലേ? അന്നത്തെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? പരലോകത്തെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. 50000 സന, 50,000 കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസം. ഈ വമ്പിച്ച ദിവസം ഉണ്ടല്ലോ, അല്ലാഹ് പറഞ്ഞ ലിയൗമിൻ അലീം, വമ്പിച്ച ദിവസം. ആ ദിവസത്തെ മറന്നുപോയി, അവർ വിസ്മരിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? അന്നത്തെ ഒരു ദിവസമെന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും അന്നത്തെ ഒരു ദിവസത്തിന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഭീകരമായ ദിവസമാണത്. അന്ന് മനുഷ്യന് അവനവൻ്റെ കാര്യം കൊണ്ട് തന്നെ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമഇദിൻ ശഅനു യുഅനി. ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, ഓരോ മനുഷ്യരും അവരുടെ കാര്യങ്ങളുമായി ഓടുന്ന ദിവസം. ഭാര്യയെയോ മാതാപിതാക്കളെയോ മക്കളെയോ വേണ്ടപ്പെട്ടവരെയോ ഒന്നും തിരിഞ്ഞു നോക്കാതെ എല്ലാ ആളുകൾക്കും അവനവൻ്റെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുന്ന ദിവസമാണ് ആ ദിവസം. അങ്ങനെയുള്ള ആ ദിവസത്തെ അവർ ആലോചിക്കുന്നില്ലേ? അങ്ങനെയുള്ള ദിവസത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് വിചാരിക്കുന്നില്ലേ? ആ ഉയർത്തെഴുന്നേൽപ്പ് ഏതാണ്? വമ്പിച്ച ദിവസത്തിലേക്ക് ജനങ്ങളെല്ലാവരും, മനുഷ്യരെല്ലാവരും റബ്ബിൻ്റെ മുമ്പിൽ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. എന്നിട്ട് അല്ലാഹു വീണ്ടും പറഞ്ഞു, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല എന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ പലതവണ പഠിച്ച പദമാണത്. കല്ല, വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇന്ന കിതാബ, ഇന്ന എന്ന് പറഞ്ഞാൽ തൗക്കീദിൻ്റെ പദമാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം, മനസ്സിലായി? കിതാബ് ഗ്രന്ഥമാണ്. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിവാസികളുടെ, ദുർജനങ്ങളുടെ. കല്ല, വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇന്ന കിതാബ, തീർച്ചയായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, ഫുജ്ജാറുകളുടെ. ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിവാസികൾ, ദുർജനങ്ങൾ,
തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ ലഫീ സിജ്ജീൻ, ലഫീ സിജ്ജീൻ, സിജ്ജീനിൽ തന്നെയാണ്. അപ്പം എന്താ അല്ലാഹു പറയുന്നത്? കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, വേണ്ട, നിശ്ചയമായും തോന്നിവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും. നമുക്ക് വിശദീകരിക്കാം, എന്താ നമുക്ക് മനസ്സിലാക്കാം, എന്താ ഒന്നുകൂടെ അർത്ഥം പറയാ. കല്ല, വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇന്ന കിതാബൽ, ഇന്ന കിതാബ, തീർച്ചയായും ഗ്രന്ഥം, അൽ ഫുജ്ജാരി, ഫുജ്ജാറുകളുടെ തമ്മാടികളുടെ, ലഫീ സിജ്ജീൻ, അത് സിജ്ജീനിൽ തന്നെയായിരിക്കും. എന്നാൽ അല്ലാഹു കൊണ്ട് പറഞ്ഞു വമാ അദ്റാക മാ സിജ്ജീൻ, വമാ അദ്റാക മാ സിജ്ജീൻ, സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്? പല സ്ഥലത്തും അല്ലാഹു പ്രയോഗിച്ച പ്രയോഗമാണത്. അൽ ഖാരിഅ, മൽ ഖാരിഅ, അല്ലേ? വമാ അദ്റാക മൽ ഖാരിഅ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലാഹു നടത്താറുള്ളത്. വമാ അദ്റാക, നിനക്ക് അറിയിച്ചതെന്താണ്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് അറിയുന്നത്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്താണ്? സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം? അപ്പം നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അവർ പരലോകത്തെ മറക്കുകയാണോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടെന്ന് അവർക്ക് ഓർമ്മല്ലേ? ഇതൊക്കെ അള്ളാഹു ചോദിച്ചു. ആ ദിവസത്തിൻ്റെ ഭീകരത പറഞ്ഞു തന്നു. അന്ന് മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യും? അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ് കല്ല, തീർച്ചയായും, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയല്ല, അങ്ങനെയല്ല. എന്നിട്ട് പറയാ കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, അവിശ്വാസികളുടെ, തോന്നിവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും. അവരുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും. നോക്കൂ നിങ്ങൾ, സിജ്ജീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? സിജ്ജീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എന്ന വിഷയം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂല. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അത് സൂക്ഷ്മമായി പറയുക സാധ്യമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതേപോലെ തന്നെ നരകം തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് നരകം തന്നെയാണെന്ന് പറഞ്ഞ ആൾക്കാർ. ഇവിടെ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പദം വന്നത് സിജിനിൽ നിന്നാണ്. സിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജയിലാണ്. സിജിന് ജയിലാണ്. സാധാരണ സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സിജിൻ, അറബിയിൽ ഇങ്ങനെ ബോർഡ് കാണാൻ പറ്റും, സിജിൻ, ജയില്. അതിനാണ് സിജ്ജീൻ എന്ന് പറയാം. അതിൽ നിന്നാണ് സിജ്ജീൻ വന്നിട്ടുള്ളത്. അപ്പം സിജ്ജീൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ജയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. അപ്പം അവിശ്വാസികളുടെ, ദുർമാർഗികളുടെ ഗ്രന്ഥം, അവരുടെ ഗ്രന്ഥം എന്ത് ചെയ്തിട്ടുണ്ട്? അത് സിജ്ജീനിൽ തന്നെയായിരിക്കും. അവരുടെ ഗ്രന്ഥം അത് സിജ്ജീനിൽ തന്നെയായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ആ സിജ്ജീൻ എവിടെയാണ്? മുഫസ്സിറുകൾ പറഞ്ഞു, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സിജ്ജീനുൻ സഖറത്തുൻ തഹ്തൽ അർളി സാബിഅ, 7 ഭൂമികൾക്കടിയിലാണ് സിജ്ജീൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? വേറെ ചില ആൾക്കാർ പറഞ്ഞത് ബിഅറുൻ ഫി ജഹന്നം, നരകത്തിലൊരു കിണറാണ് എന്ന് പറഞ്ഞു. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു കിണറാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിശ്വാസികളായ ആളുകളുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹ് പിടിച്ച് കൊണ്ടുപോകുന്ന രംഗമുണ്ട്, അല്ലേ? മനുഷ്യന്മാരുടെ റൂഹ് പിടിച്ചാൽ എന്ത് ചെയ്യും? ആ റൂഹുമായി മലക്കുകൾ ഉപരിലോകത്തേക്ക്, ആകാശലോകത്തേക്ക് എന്ത് ചെയ്യും? യാത്ര തിരിക്കും. അതിൽ വിശ്വാസികൾക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കും. വലിയ വിശാലമായ വിഷയമാണത്. എന്നാൽ അവിശ്വാസികളുടെ ആത്മാവുമായി കയറി ചെല്ലുന്ന മലക്കുകൾക്ക് വേണ്ടി എന്ത് ചെയ്യൂല? ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ലാ തുഫത്തഹു ലഹും അബ്വാബസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമൽ ഫീ സമ്മിൽ ഖിയാബ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ആര്? അവിശ്വാസികളായ ആളുകൾ, തമ്മാടികളായ ആളുകൾ, ദുർമൂർത്തികളായ ആളുകൾ. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുന്ന വാചകം എന്താ? യഖൂലുല്ലാഹ്, അല്ലാഹ് പറയാം, അവർക്ക് ആ ആത്മാവുമായി കയറി ചെല്ലുന്ന മലക്കുകൾക്ക് ആകാശത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കൂല. എന്നിട്ട് അല്ലാഹു അവരോട് പറയുന്നതാ, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, അവരുടെ കാര്യങ്ങളൊക്കെ സിജ്ജീനിൽ രേഖപ്പെടുത്തുക. മനസ്സിലായി? എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് ഭൂമിയുടെ അടിയിലാണ്. ആ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലാണ് എന്ന് പണ്ഡിതന്മാർ തഫ്സീറുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം നോക്കൂ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന മനുഷ്യന്മാർ, അവർ പരലോകമുണ്ട് ഓർമ്മല്ല, പരലോകത്തെ അവർ വിസ്മരിക്കുകയാണ്, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് അവർക്ക് ഓർമ്മല്ല. അങ്ങനെയുള്ള ആ ആളുകളുടെ കർമ്മങ്ങളുടെ രേഖ, അവരുടെ പ്രവർത്തനങ്ങളുടെ രേഖ, അതാണ് അള്ളാഹു അടുത്തായത്തിൽ പറഞ്ഞത് കിതാബുൻ മർഖൂം. കിതാബുൻ മർഖൂം എന്ന് പറഞ്ഞാൽ ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്. കിതാബ് ഗ്രന്ഥമാണ്, മർഖൂം ലിഖിതം ചെയ്യപ്പെട്ട എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മക്തൂബ് നല്ല പ്രയോഗിച്ചു, മർഖൂം എന്നാണ്. ആ പ്രയോഗത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നോക്കൂ നിങ്ങൾ, ഫുജാറുകളായ, തമ്മാടികളായ, തോന്നിവാസികളായ, ദുർമാർഗികളായ ആളുകളുടെ കിതാബ് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതെവിടെയാണ് രേഖപ്പെടുത്തിയത്? അത് സിജ്ജീനിലാണ്. സിജ്ജീൻ എവിടെയാണ്? സിജ്ജീന് 7 ഭൂമികൾക്കടിയിലാണ്, അല്ലെങ്കിൽ അത് നരകത്തിൻ്റെ അടിയിലാണ്. എന്താകട്ടെ, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എന്നാൽ ഈ മർഖൂം എന്ന് പറഞ്ഞ ഈ രേഖയുടെ പ്രത്യേകത എന്താ അറിയോ? ഈ രേഖയുടെ പ്രത്യേകത അത് മാഞ്ഞു പോവുകയില്ല. അതേപോലെ അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കൂല, അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കപ്പെടുകയുമില്ല. അപ്പം എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധിക്കാരികളായ, താന്തോന്നികളായ, ദുർജനങ്ങളായ ആളുകൾ അവരുടെ കർമ്മങ്ങളുടെ രേഖ അത് സിജ്ജീനിൽ രേഖപ്പെടുത്തും. ആ രേഖയുടെ പ്രത്യേകത കിതാബുൻ മർഖൂമാണ്. കിതാബുൻ മർഖൂം എന്ന് പറഞ്ഞാൽ ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിലൊന്നും കൂട്ടിച്ചേർക്കൂല, അതിനൊന്നും എടുത്തു കളയില്ല, അതിന് മാഞ്ഞു പോവുകയില്ല. അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഗ്രന്ഥമാണ്. എന്തിനാണ് ഈ ഗ്രന്ഥം? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുൻ മർഖൂം ഒരുക്കി വെച്ചത്? നമുക്കറിയാം, നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെ വിചാരണ നടത്തും. ആ വിചാരണയുടെ സമയത്ത് എന്ത് ചെയ്യും? രേഖകൾ നൽകും. നമുക്ക് കർമ്മങ്ങളുടെ രേഖ നൽകും. ആ കർമ്മങ്ങളുടെ രേഖ ആളുകൾക്ക് ലഭിക്കും. ചില ആളുകൾക്ക് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു മുന്നിലൂടെ ലഭിക്കും, ചില ആളുകൾക്ക് പിന്നിലൂടെ ലഭിക്കുക. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത് ഫവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് ചോദിക്കും ചില ആൾക്കാർ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ നിന്ന് വിട്ടേച്ചു പോയിട്ടില്ല, എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, കർമ്മങ്ങളുടെ രേഖ കിട്ടുമ്പോൾ വിലപിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ആളുകൾ അവർ പറയുന്നത് എന്താ? ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. സ്വർഗവാസികളായ ആളുകൾ അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളുടെ, അവരുടെ കർമ്മങ്ങളുടെ രേഖ ലഭിക്കും. അവർ പറയുന്ന വാചകം എന്താ? ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാനൊരു വിചാരണ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു എന്നാ. ആ ബോധമില്ലാത്ത ആളുകൾ, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ, അവരുടെ ഗ്രന്ഥം അത് മർഖൂമാണ്. അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കൂല, ഒന്നും എടുത്തു കളയില്ല, അത് പരിപൂർണമായിരിക്കും. ആ പരിപൂർണമായ ഗ്രന്ഥമെടുത്ത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വിചാരണ നടത്തും. അല്ലാഹു ചോദ്യം ചെയ്യും അവരെ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതടക്കമുള്ള തോന്നിവാസങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, അവരെ അല്ലാഹു എന്ത് ചെയ്യും? പരലോകത്ത് ശക്തമായ വിചാരണ നടത്തും. എന്നിട്ട് എന്താ സംഭവിക്കുക? അല്ലാഹു പറഞ്ഞു, ആ ആളുകൾ അങ്ങനെയാകാനുള്ള കാരണം എന്താ? അവരുടെ കർമ്മങ്ങളുടെ രേഖ സിജ്ജീനിൽ രേഖപ്പെടുത്താനുള്ള കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞു, വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, വൈലുൻ അവർക്ക്, അന്നവർക്ക് മഹാനാശം. യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അവരെന്ത് ചെയ്തു? വൈലുൻ യൗമഇദിൻ, അന്ന് ആ ദിവസം അവർക്ക് മഹാനാശം. ആ ദിവസം വ്യാജമാക്കുന്നവർക്ക് അന്നത്തെ ദിവസം മഹാനാശം. ലിൽ മുകദ്ദിബീൻ, കളവാക്കുന്ന ആൾക്കാർ. മുകദ്ദിബീൻ എന്ന് പറഞ്ഞാൽ കളവാക്കുക, വ്യാജമാക്കുക. പിന്നെ വൈൽ എന്ന് പറഞ്ഞാൽ നാശം, യൗമു എന്ന് പറഞ്ഞാൽ ദിവസം എന്താണ്? അഥവാ അന്നത്തെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്, അന്നത്തെ ദിവസത്തെ വ്യാജമാക്കുന്ന ആളുകൾക്ക് മഹാനാശം. ആരാണിവർ? ഈ ദുർജനങ്ങളായ ആളുകൾ. അവർ പരലോകത്തെ കളവാക്കുന്ന ആൾക്കാരാണ്. ലിയൗമിൻ അദീം എന്ന് അല്ലാഹു പറഞ്ഞില്ല, ആ ദിവസത്തെ കളവാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ദിവസമല്ല, പുനരുദ്ധാനമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കിയവർക്ക് അല്ലാഹു പറഞ്ഞു വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. അതിനെ വിശദീകരിച്ചു തരാണ്. ആ ദിവസം ഏതാ? അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ. അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്, ബിയൗമിദ്ദീൻ, യൗമുദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ദിവസം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അഥീം.
വമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കിയില്ലതാനും, ഇല്ലാ കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനും അല്ലാതെ. അതേപോലെ തന്നെ അസീം, മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും. ആരാ അതിനെ വ്യാജാക്കുക? അതിരുവിട്ട ആൾക്കാരാണ്, പാപികളായ ആൾക്കാരാണ്, അവരാണ് അതിനെ വ്യാജമാക്കുക. മനസ്സിലായോ? പാപികളായ ആളുകൾ, അതിരുവിട്ട ആളുകൾ. ഇതിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതിൽ പിന്നെ മുഅ്തദിം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് അതിരുവിടുന്ന ആൾക്കാർ, ഖൗല് കൊണ്ട്, അഖ്വാലുകൾ കൊണ്ട് അതിരുവിടുന്ന ആൾക്കാർ. അസീം എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ കൊണ്ട്, അമാലുകൾ കൊണ്ട് പരിധി വിടുന്ന ആൾക്കാരാണെന്നാ. അങ്ങനെയുള്ള ആളുകൾ, അവർക്കാണ് നാശം, അവരാണ് കളവാക്കുന്ന ഈ ആൾക്കാർ. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്ക് അന്നത്തെ ദിവസം മഹാനാശം. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, അഥവാ പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്ന ആൾക്കാർക്ക്. വമാ യുകദ്ദിബു ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും. എന്നാൽ അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞു, ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ, ആയാതുന നമ്മുടെ ആയത്തുകൾ, ഖാല അവൻ പറയും, എന്താ പറയാ? അസാതീറുൽ അവ്വലീൻ, ഈ ഖുർആൻ, ഈ ഓതി കേൾപ്പിക്കപ്പെടുന്ന ആയാത്തുകൾ അതെന്താണ്? അസാതീറുൽ അവ്വലീൻ. അസാതീർ എന്ന് പറഞ്ഞാൽ പഴങ്കഥയാണ്, പുരാണമാണ് എന്ന് അവർ പറയും, ഐതിഹ്യമാണ് എന്ന് പറയും. അൽ-അവ്വലീൻ, പൂർവീകരുടെ, ആദ്യത്തെ മനുഷ്യന്മാരുടെ. അപ്പോൾ അള്ളാൻ്റെ റസൂലും അമ്പിയാക്കളൊക്കെ ഈ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞ കാര്യം എന്താ? ഇതൊക്കെ പൂർവീകരുടെ പുരാണമാണ്, ഐതിഹ്യമാണ് എന്നാണ് അവർ പറഞ്ഞ വാചകം. അവരാണ് ആ കളവാക്കുന്ന ആളുകൾ. മനസ്സിലായോ? അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെ ഈ അധ്യായത്തിൽ അള്ളാഹു പറയുന്നൊരു അതിൻ്റെ ഓർഡർ നോക്കൂ നിങ്ങൾ. ഒന്ന്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അവർക്ക് നാശാണെന്ന് പറഞ്ഞു, അവർക്ക് നാശമുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പ്രവൃത്തി എന്താന്ന് പറഞ്ഞു? അവർ അളന്ന് വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് വാങ്ങും, കൊടുക്കുമ്പോഴോ കുറച്ചേ കൊടുക്കുള്ളൂ. എന്നാൽ അള്ളാഹ് ചോദിച്ചു, അവർ പിന്നെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവർ ആലോചിക്കുന്നില്ലേ? ഒരു മഹത്തായ ദിവസം അവർക്ക് വരാനുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? എന്നിട്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. ആ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന, തമ്മാടിത്തം കാണിക്കുന്ന ആളുകളുടെ കർമ്മരേഖകൾ അതെവിടെയാ? അത് സിജ്ജീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിജ്ജീൻ എവിടെയാ? ഭൂമിയുടെ അടിയിലാണെന്ന് പറഞ്ഞു. 7 ഭൂമികൾക്കടിയിൽ, അല്ലെങ്കിൽ നരകത്തിൽ ഒരു കിണറാന്ന് പറഞ്ഞു. ആ കർമ്മരേഖകളുടെ പ്രത്യേകത എന്താ? കിതാബുൻ മർഖൂം, അത് മർഖൂമാണ്, അതിലൊന്നും കൂട്ടിച്ചേർക്കൂല, ഒന്നും എടുത്തു കളയില്ല. അങ്ങനെ മർഖൂമായ ഒരു കിതാബാണ് അവരുടെ കർമ്മരേഖ എന്ന് പറയുന്നത്. ആ കർമ്മരേഖ എന്തിനാ? വിചാരണയ്ക്ക് വേണ്ടിയാണ്, അള്ളാഹു വിചാരണ നടത്താൻ വേണ്ടിയാണ്. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞു, അവരാരാ? അവർക്ക് എന്താ? അവർക്ക് നാശമുണ്ട്. എന്തുകൊണ്ട്? അവർ പ്രതിഫല ദിവസത്തെ കളവാക്കിയ ആൾക്കാരാണ്. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, പ്രതിഫല നാളിനെ പിന്നെ വ്യാജമാക്കിയ ആൾക്കാർ, അവർക്ക് നാശമുണ്ട് എന്നാണ്. വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ ആ ദിവസത്തെ എന്ത് ചെയ്യൂല? കളവാക്കുകയില്ല. എന്താ അവർ കളവാക്കിയത്? അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവരെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഇത് ഐതിഹ്യമാണ്, പുരാണമാണ്, കെട്ടുകഥകളാണ്, മുൻഗാമികളുടെ, കഴിഞ്ഞുപോയ ആളുകളുടെ കഥകളാണ് എന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുണ്ട് എന്താണ്? വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച്, അള്ളാഹു പഠിപ്പിച്ച ധാർമ്മികമായ നിയമങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്ന വാചകം എന്താ? ഇതൊക്കെ പഴഞ്ചനാണ് അല്ലേ? ഇപ്പം തട്ടണമെന്ന് പറയുമ്പോൾ, സ്ത്രീകളോട് തട്ടം ധരിക്കണം, മുഖമക്കനെ മാറിലേക്ക് താഴ്ത്തിയിടണമെന്ന് പറയുമ്പോൾ, ഞെരിയാണിയുടെ മുകളിൽ പാൻറ് ധരിക്കണം എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പാലിക്കണം എന്ന് പറയുമ്പോൾ, ഇതൊരു പ്രാകൃതമായ നിയമമാണെന്നാണ് ആൾക്കാർ പറയുക. ഇസ്ലാമിലെ ശിക്ഷാവിധികൾ പഠിപ്പിക്കുമ്പോൾ ഇത് പ്രാകൃതമാണ്, ഇത് നല്ലതല്ല, ഇതൊക്കെ കെട്ടുകഥകളാണ്, ആവശ്യമില്ലാത്തതാണ് എന്ന് അന്നത്തെ കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആളുകൾ പറയുന്നുണ്ട്. ഇന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെ വ്യാജാക്കുക, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ. തഫ്സീറുകളിൽ കാണാം, നദർ ഇബ്നു ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നദർ ഇബ്നു ഹാരിസ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം
പ്രയാസപ്പെടുത്തിയ ആളാണ്. നബി അദ്ദേഹം ശാരീരികമായി കൊണ്ടല്ല പ്രയാസപ്പെടുത്തിയത്, മറിച്ച് വാക്കുകൾ കൊണ്ടാണ്, വ്യാജമാക്കിക്കൊണ്ടാണ് നബിയെ കളവാക്കുക. നബി പറയുന്നത് അസാത്തിറുൽ അവ്വലീൻ, മുൻഗാമികളായ ആളുകളുടെ പുരാണങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ വസ്വാസം ഉണ്ടാക്കലായിരുന്നു ആരുടെ പണി? നദർ ഇബ്നു ഹാരിസിന്റെ പണി. മനസ്സിലായോ? നദർ ഇബ്നു ഹാരിസ് പേർഷ്യയിൽ പോയി അവിടെ വെച്ചത് ഈ പേർഷ്യയിൽ കുറേ കഥകളുണ്ട്, ആ കഥകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കും. അയാൾ പോയിട്ട് പറയും, ഈ ഞാൻ അയാൾ പഠിച്ചു വന്ന കഥകളും കെട്ടുകഥകളൊക്കെ പറയും. എന്നിട്ട് പറയും ഇതേപോലെയുള്ള ഒന്നാണ് ഇത് ഖുർആൻ. മുഹമ്മദ് പറയും ഇതേപോലെ ഒന്നുള്ളതാണ്, ഇത് കെട്ടുകഥകളാണ്. അതേപോലെ മുഹമ്മദ് പറയുന്നത് എന്താണ്? കെട്ടുകഥകളാണ് എന്ന് അയാൾ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം അയാളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളെ തിരസ്കരിക്കുന്ന, അത് കെട്ടുകഥകളാണ്, അത് പിന്നെ എന്താ പറയുക, അത് പുരാണങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ, ഇന്നുണ്ട്. എന്നാൽ അള്ളാഹു അവരെക്കുറിച്ച് വീണ്ടും പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയത്? നോക്കൂ നിങ്ങൾ, ഈ ഖുർആൻ അവതീർണമായ ആളുകൾ അവരാരാ? സാഹിത്യത്തിൽ അങ്ങേയറ്റം മികച്ചു നിന്ന ആൾക്കാരാണ്. അവർക്കറിയാം ഖുർആൻ സത്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ്, അത് ദീനാണ് എന്നവർക്കറിയായിരുന്നു. കാരണം സാഹിത്യം ഏതാണ്, കെട്ടുകഥകൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്തായി നമ്മൾ പഠിക്കാൻ പോണത് എന്താ? അല്ലാഹ് പറഞ്ഞു കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെയല്ല, കല്ല അങ്ങനെയല്ല. പക്ഷെ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പേടിക്കേണ്ട ഒരു ആയത്താണിത്. എന്തുകൊണ്ട് അവരങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് പരലോകത്തെ നിഷേധിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ അത് അസാത്തിറുൽ അവ്വലീനമാണ് എന്ന് പറയുന്ന ആളുകളായി അവർ മാറിയത് എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിട്ടുണ്ട്. നല്ലതൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറുന്നില്ല. നല്ലതൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറുന്നില്ല. മനസ്സിലായോ? അത്രമാത്രം ഹൃദയം കടുത്തുപോയിട്ടുണ്ടെന്നാണ്. ഹൃദയം കടുത്തുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു കറുത്ത കുത്തു വീഴും. അത് തൗബയിലൂടെ അവൻ കഴുകിക്കളഞ്ഞാൽ അത് ശുദ്ധമാകും. എന്നാൽ തൗബ ചെയ്യാതിരുന്നാൽ ആ പാപങ്ങൾ ഇങ്ങനെ വർദ്ധിക്കും, ആ തെറ്റുകൾ ഇങ്ങനെ വർദ്ധിക്കും. മനസ്സിലായില്ലേ? ആ തെറ്റുകൾ വർദ്ധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിനെ പേടിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ കറ വരുന്നതിനെ, നമ്മുടെ ഹൃദയങ്ങൾ കറുത്തുപോകുന്നതിനെ നമ്മൾ പേടിക്കണം. ആ ആളുകളുടെ ഹൃദയങ്ങൾ കറുത്തുപോയത് കൊണ്ട്, അതുകൊണ്ട് തന്നെ അവർ ഖുർആനിനെ കുറിച്ച് അവർ പറഞ്ഞെന്താ? ഇത് അസാത്തിറുൽ അവ്വലീനാണെന്ന് പറഞ്ഞു. 2 രോഗങ്ങളുണ്ട് ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖസ്വത്താണ്, 2 ഗഫ്ലത്താണ്. ഖസ്വത്ത് പറഞ്ഞാൽ ഹൃദയം കടുത്തു പോകുക, ഗഫ്ലത്ത് പറഞ്ഞാലോ അശ്രദ്ധമാകുക. ഇത് 2നെയും നമ്മൾ പേടിക്കണം. ഇത് 2ഉം നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന വലിയ രോഗങ്ങളാണ്. ഇത് ഖസ്വത്തുൽ ഖുലൂബ്. ഹൃദയം കഠിനമായാൽ പിന്നെ ആ ഹൃദയം എന്ത് ചെയ്യൂല? നന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നബി പഠിപ്പിച്ച ഹദീസ് നമ്മൾ പറഞ്ഞത്, ഹൃദയത്തിൽ ഒരു പാപം ചെയ്താൽ അത് കഴുകിക്കളയണം, ഇല്ലെങ്കിൽ അവിടെ ഒരു കറുത്ത കുത്ത്. വീണ്ടും ഒരു പാപം ചെയ്താൽ അത് വലുതാകും ആ കുത്ത്. അങ്ങനെ പാപങ്ങൾ ചെയ്ത് എന്തു ചെയ്യും? ഹൃദയം മലീമസമാകും, ഹൃദയം കറുത്തതായി മാറും, ഹൃദയം കടുത്തുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ടാണ് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന ആയത്ത് നബി ഓതുന്നത്. അവരുടെ ഹൃദയങ്ങൾ അങ്ങനെയല്ല, അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കടുത്തു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. അന്ന റജുലൻ ഷഖ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് വന്നിട്ടൊരാൾ ആവലാതി പറയാം. എന്താ ആവലാതി? അയാളുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട്. ഹൃദയ കാഠിന്യത്തെക്കുറിച്ചാണ്. അപ്പം നബി പറഞ്ഞു ഫഖാല ലഹു ഇൻ അറത്ത തലീന ഖൽബിക ഫഅത്ഇമിൽ മിസ്കീന വംസഅ റഅസൽ യതീം. നിന്റെ ഹൃദയം ലോലമാകണമെങ്കിൽ നീ എന്ത് ചെയ്തോ? നീ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തു, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അതേപോലെ തന്നെ യതീമുകളുടെ തല നീ തടവുക, അനാഥ മക്കളുടെ തല തടവുക. എങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിക്കണ്ടായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീനിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞു. അവരാരാ? വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് വാങ്ങും, കൊടുക്കുമ്പോഴോ കുറച്ചേ കൊടുക്കുള്ളൂ. അതിൽ കൃത്രിമം അവർ കാണിക്കും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന എന്താ? അവർ പരലോകത്തെ ഓർക്കണില്ലേ? അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, ആ ആളുകൾ, ഈ തമ്മാടികളായ ആളുകൾ, അവരുടെ കർമ്മങ്ങൾ സിജ്ജീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിജ്ജീൻ എന്താണ്? അത് ഭൂമിയുടെ അടിയിലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നരകത്തിലൊരു കിണറാണെന്ന് പറഞ്ഞു. ആ കർമ്മങ്ങളുടെ രേഖയുടെ പ്രത്യേകത എന്താ? അത് കിതാബുൻ മർഖൂമാണ്. അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്, ലിഖിതം ചെയ്യപ്പെട്ടൊരു ഗ്രന്ഥമാണ്. അതിലൊന്നും മാറൂല, ഒന്നും അതിൽ നിന്ന് വിട്ടുപോവുകയില്ല. എന്നിട്ടോ ആ ആളുകൾക്ക് സംഭവിച്ച പ്രശ്നം എന്താ? അവര് അന്ത്യദിനത്തെ കളവാക്കിയ ആൾക്കാരാണ്, പരലോകത്തെ കളവാക്കിയ ആൾക്കാരാണ്. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ. ആ കളവാക്കുന്ന ആൾക്കാരാരവമാ യുകദ്ദിബു ബിഹി ഇല്ല കുല്ലു മുഅ്തദിൻ അസീം. അതിരുവിട്ട ആളുകൾ, മഹാപാപികൾ, അവരാണ് എന്ത് ചെയ്യുന്നത്? അവർ മാത്രമാണ് അതിനെ വ്യാജമാക്കുക, പരലോകത്തെ വ്യാജമാക്കുന്ന ആൾക്കാർ. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവരെ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവർ പറയുന്ന വാചകം എന്താ? ഇത് അസാത്തിറുൽ അവ്വലീനാണ്, മുൻഗാമികളുടെ ആദ്യകാലക്കാരുടെ പുരാണങ്ങളാണ്, ഐതിഹ്യമാണ് എന്നവർ പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ കാരണം എന്താ? അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിട്ടുണ്ട്, ഹൃദയങ്ങളിൽ കറ വീണിട്ടുണ്ട്. കല്ല ബൽ റോന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇൻഷാ അല്ലാഹ് 15-ാമത്തെ ആയത്ത് മുതൽ ബാക്കിയുള്ള ആയത്തുകൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.